ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷൻ. ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ സ്ലീവ്സ് എങ്ങനെയാണ് ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള കേട്ടോ. അതായത് നമ്മൾ സ്ലീവ്സിൻ്റെ ഇൻസൈഡിൽ സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ ഡെയിലി വരുന്ന എൻക്വയറീസ് ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടുന്ന സമയത്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്തായാലും നമുക്ക് വരുന്നൊരു എൻക്വയറിയാണ് ഹൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണട്ടെ. അപ്പോൾ നമ്മളിവിടെ ഫ്രോക്കിൽ ഡബിൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഡബിൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാറ്റിൻ ഫാബ്രിക്കാണ് കേട്ടോ ഇൻസൈഡും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ ഫാബ്രിക്കോ ക്രേപ്പ് ഫാബ്രിക്കോ ഏത് ഫാബ്രിക് വേണമെങ്കിൽ കൊടുക്കാൻ നിങ്ങളെ ഇഷ്ടം പോലെ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ ചോയ്സിനനുസരിച്ചിട്ട് സാറ്റിൻ ഫാബ്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കാണോ നിങ്ങളെ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സാറ്റിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ചസ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടാണ് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ലീവ്സും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രഞ്ച് സ്യൂങ് വെച്ചിട്ടാണ് സ്റ്റിച്ചസൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിൽ നമ്മൾ ആ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ ബോഡി ടച്ച് ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളത് ആ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ നമ്മൾ കസ്റ്റമറിന് ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് 1-2 പ്ലീറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 ഇയർ ബേബിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ബോഡി പാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ലെയറിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് മെയിൻ ഫാബ്രിക്കും തമ്മിലുള്ള ആ ഒരു ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെയിം ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താലേ ആവുന്നൊന്നുമില്ല കേട്ടോ. ഒരു വേറെ രീതിയും കൂടി ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുണ്ടോ, നമ്മൾ നോർമലി നമ്മൾ ഷോൾഡറിൻ്റെ അടുത്തുനിന്നവർക്ക് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ സ്റ്റിച്ചസ്. ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നല്ല വശവും ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ചസ് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ രണ്ടാമത്തെ ലൈനിങ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഇല്ല. സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ഇത് മാത്രം നമ്മൾ ആ ഒരു മെയിൻ ഫാബ്രിക്കും ഫസ്റ്റ് ലൈനിങ്ങും മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയ പ്ലീറ്റ്സ് വേണ്ടതുകൊണ്ട് ഞാൻ അവിടം വരെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം പിന്നെ നമ്മൾ നെക്സ്റ്റ് വീണ്ടും താഴെ വശത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ടൈമിലാണ് ഞാൻ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. നിങ്ങൾ പ്ലീറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നോർമലി അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നോർമലി എങ്ങനെയാണ് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ രണ്ടാമത് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ്സ് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എത്ര നമ്മൾ കട്ട് ചെയ്താലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഞാൻ 2 സ്ലീവ്സും നമ്മൾ ബോഡി പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പക്ഷേ ലൈനിങ് കണ്ടോ, നമ്മൾ ഇൻസൈഡുള്ള ലൈനിങ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇനി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് ചാർജും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. നോർമലി ഓരോ സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നിടത്ത് നമ്മൾ 3-4 സ്റ്റിച്ചസൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടൈം എടുത്തിട്ടാണ് ഓരോ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇതാകുമ്പോൾ നമുക്ക് കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാവും. ബോഡി പാർട്ടൊക്കെ ഒട്ടും ഇറിറ്റേഷനൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതുണ്ടോ, ഇതുപോലെ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എക്സ്ട്രാ നൂലൊക്കെ ഉണ്ടായത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഇതുണ്ടോ, ഇവിടെ ഇപ്പം നമുക്ക് 2 ഇതെന്താണ് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഇത് കിട്ടും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വെക്കാം കേട്ടോ, മാറിപ്പോവരുത്. ഈ ഒരു രീതിയിൽ തന്നെ വെച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. മറ്റേ പാർട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ.
അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പിന്നൊക്കെ ചെയ്തിട്ട് ഫുള്ളായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഫാബ്രിക്സ് ഇൻസൈഡ് എന്നുള്ളത് കുറച്ച് നമുക്ക് സ്ലീവ് നമ്മുടെ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫാബ്രിക്സ് ഇങ്ങനെ കിട്ടാൻ കുറച്ച് ഉള്ളിലേക്ക് പുറത്തേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പം നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഫാബ്രിക്സ് കുറച്ച് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഷോൾഡറിൻ്റെ ഭാഗവും നമ്മുടെ ലൈനിങ്ങിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗവും സെയിം ആയിട്ട് തന്നെ വരണം. നമ്മൾ ഫാബ്രിക്സിൽ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ അല്ലെങ്കിൽ ചെറിയ കാൽക്കുലേഷൻ ചെറിയ ഡിഫറൻസ് വന്നെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചുളിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഓരോ പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വൺ സൈഡ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ പിന്നെ നമുക്ക് ഫാബ്രിക്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചിട്ട് നമ്മൾ താഴ്ന്ന് തുടങ്ങിയില്ലേ ആം ഹോളിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും നമ്മൾ ഫാബ്രിക്സ് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കവറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം കൂടി ഉണ്ടാവും, ഈ ഒരു ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യാനുണ്ട്. അത് നമ്മൾ വീണ്ടും ഫ്രണ്ട് പോർഷനിലൂടെ കൈയിട്ടിട്ട് ആ ഒരു ഭാഗത്തേക്ക് എടുത്തിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയോ നൂല് എവിടെയൊക്കെയാണ് വരുന്നതെന്നറിയില്ല. അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഫാബ്രിക് തിരിച്ചിട്ടിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു അതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗം വരെയാണ് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല, എന്നാലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഫാബ്രിക്സ് ഒന്ന് ഇൻസൈഡ് നമ്മളിങ്ങനെ കൂടിയ പോലെ ഒന്ന് ആവരുത്, കൈയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പുള്ളോട്ടൊക്കെ ചെയ്തിട്ട് ഒന്ന് നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുണ്ടോ, അതിനിടയിൽ എൻ്റെ വേറൊരു നൂല് അവിടെ ഉണ്ടായിട്ടോ, മെഷീൻ്റെ മുകളിൽ. അതൊക്കെ നൂലൊക്കെ കുടുങ്ങി ഫുൾ കൊളായിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവ്സ് വൺ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അയ്യോ നൂലൊക്കെ പിന്നെയും നൂല് വീഡിയോ എടുക്കാൻ സമയത്ത് ഇതുപോലെ നൂലും കാര്യങ്ങളൊക്കെ കാട്ടും വേസ്റ്റൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അയ്യോ, അപ്പോൾ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാറ്റിൻ ഫാബ്രിക് ആണ്ടെന്ന് ഇത്രയും നൂല് വന്നിട്ടില്ല. പിന്നെ നമ്മൾ സ്റ്റിച്ച് ഒരു വൺ സൈഡ് കുറച്ച് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തരാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ലീവിന് 1-2 പ്ലീറ്റ്സ്, നമ്മളിത് തമിഴ്നാട്ടിലൊരു കസ്റ്റമറിന് കേട്ടോ. അപ്പോൾ മട്ടൺ പഫ് സ്ലീവായിട്ടും വേണ്ട, അധികം പഫും വേണ്ട, പക്ഷെ എന്നാലും 1-2 പ്ലീറ്റ്സ് ഷോൾഡറിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവും നമ്മൾ ഇതുപോലെ അടിക്കുന്നുണ്ട്. നേരത്തെ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ കറക്റ്റായിട്ട് കണ്ടോ. വീണ്ടും നമ്മൾ മറ്റേ സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് 2 ഇതുപോലെ കിട്ടും. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, വീണ്ടും നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഫാബ്രിക്സ് പുറത്തേക്ക് വരില്ല. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എന്താക്കും, വീണ്ടും നമ്മൾ താഴെ നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് വീണ്ടും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും. പരമാവധി കഴിയുന്നത്ര ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അധികം ഫാബ്രിക്സ് പുറത്തേക്ക് വരില്ലല്ലോ.
അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ഇതുപോലെ പകുതി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വശം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നമ്മൾ വീണ്ടും ഫ്രണ്ട് പോർഷനിലൂടെ കൈയിട്ടിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരു ഹൈഡ് ചെയ്തിട്ട് സ്ലീവ്സൊക്കെ സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണാതെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാത്ത രീതിയിൽ. ഞാനിവിടെ സാറ്റിൻ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ ഫാബ്രിക്കോ ക്രേ ഫാബ്രിക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കസ്റ്റമൈസേഷൻ ആണല്ലോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ഇൻസൈഡ് ലുക്ക് വരുന്നത്. ഭയങ്കര ഈസിയായ സംഭവം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കുറച്ച് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പം ഒന്നെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ സ്ലീവ്സിനൊക്കെ ഫ്രണ്ട് സ്ലീവ് കൊടുത്തുകൊണ്ട് അതും അങ്ങനെ ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.